ജീവിതത്തിലെ പ്രതിസന്ധികളോട് പൊരുതുമ്പോഴും ആ കുടുംബത്തിൽ നിന്ന് ദുരന്തങ്ങളൊന്നും തന്നെ വിട്ടൊഴിയുന്നില്ല. ഭർത്താവ് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞപ്പോൾ എൽസിക്ക് ജീവിക്കാനുള്ള കരുത്ത് മക്കളായിരുന്നു. ആ മക്കളിൽ രണ്ടുപേർ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ അന്ത്യചുമനത്തിനായി രണ്ട് മക്കളും ഇന്ന് മോർച്ചറിയിൽ തണുത്തുറഞ്ഞു കിടക്കുകയാണ്. പുൽപ്പള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സഹോദരങ്ങളായ എമിൽ മരിയ മാർട്ടിന്റെയും ആൽഫ്രഡ് മാർട്ടിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും മൃതദേഹം പാലക്കാട്ടെ പാലൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ അമ്മയ്ക്ക് ബോധം തെളിയുന്നതുവരെ മൃതദേഹങ്ങൾ 2 ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കും. അമ്മ എൽസി പൊള്ളലേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൽസിയുടെ മൂത്ത മകൾ അലീനയും മുത്തശ്ശി ഡെയ്സിയും അപകടനില തരണം ചെയ്തു. എൽസിക്ക് 45%, അലീനയ്ക്ക് 35%മാണ് പൊള്ളലേറ്റിട്ടുള്ളത്. എൽസിയും മകളും കണ്ണു തുറന്നതായിട്ടാണ് വിവരം. എൽസിക്ക് ബോധം വന്നതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുകയെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ കുട്ടികളുടെ അമ്മ എൽസി, മൂത്ത മകൾ അലീന, മുത്തശ്ശി ഡെയ്സി എന്നിവരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുട്ടികളുടെ സംസ്കാര ചെലവുകൾ പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് ചികിത്സാ സഹായം ഏർപ്പെടുത്തുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. അപകടത്തിൽ കുട്ടികളുടെ മുത്തശ്ശി ഡെയ്സിക്കും പൊള്ളലേറ്റിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ എമിലും ആൽഫ്രഡും ശനിയാഴ്ച ഉച്ചയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്.